നമസ്കാരം. ഇന്നലെ മെയ് 14 വ്യാഴാഴ്ച ഇന്ത്യ ഒട്ടായുള്ള സൂര്യാരാധകരെ വളരെ നിരാശരാക്കിയൊരു ദിവസമായിരുന്നു. കാര്യം അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കറുപ്പ് എന്ന സിനിമ റിലീസാവേണ്ടിയിരുന്നത് ഇന്നലെയായിരുന്നു. പ്രൊഡ്യൂസേഴ്സും മറ്റുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം കാരണം ആ സിനിമ ഇന്നലെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം ഇന്നാണ് അത് റിലീസായത്, വെള്ളിയാഴ്ച മെയ് 15. ഈ 24 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യൻ്റെ രണ്ട് വികാരങ്ങളുടെ എക്സ്ട്രീം ലെവൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് മറ്റാരുടെയുമല്ല, ഈ സിനിമയുടെ സംവിധായകൻ RJ ബാലാജിയുടെ. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടൊക്കെ ഒരു ലൈവ് ഇടുന്നത് കാണുന്നത്. അത് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതിൻ്റെ റിലീസിങ് ഇത്ര ഡിലേ ആവുന്നതിനുള്ള വിഷമത്തെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതേ ബാലാജിയെ ചെന്നൈയിലെ ഏതോ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കൊച്ചുകുട്ടികളെ പോലെ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോയും കാണാനിടയായി. സത്യത്തിൽ ആദ്യത്തെ കാഴ്ച നമ്മളെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇന്ന് കണ്ട കാഴ്ച തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കറുപ്പ് എന്ന സിനിമ തമിഴകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരുപാട് ഫ്ലോപ്പുകൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടിപ്പിന് നായകൻ്റെ ഒരു തിരിച്ചുവരവാണിതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. RJ ബാലാജി ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ മാത്രം സിനിമയാണത്. ആദ്യം ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ചെന്നത് വിജയായിട്ടായിരുന്നു. വിജയ് എന്തോ കാരണം കൊണ്ട് ഈ സിനിമ ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇത് സൂര്യയുടെ അടുത്തെത്തുന്നതും അങ്ങനെ സൂര്യ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുമൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ. ഇലക്ഷന് ശേഷം മാത്രമായിരിക്കും ഈ സിനിമ റിലീസാവുക എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെയാണ് ഈ ഡേറ്റ് മെയ് 14 പറഞ്ഞതും ഒരു ക്ലാഷ് വന്ന് എന്തുകൊണ്ടോ അത് അങ്ങനെ സംഭവിക്കായിരുന്നു. നമ്മളെല്ലാം പച്ച തമിഴൻ എന്ന് ട്രോളുന്ന RJ ബാലാജിയുടെ ഈ സിനിമയിൽ ഒരു പിടി മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിൽ നിന്നാണെന്നുള്ളതാണ് കൗതുകരമായ കാര്യം. കറുപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ തമിഴ് സിനിമയിൽ കാണുന്ന ടിമാർ, പാരഞ്ജിത്ത്, പിന്നെ മാരി സെൽവരാജ് എന്നിങ്ങനെയുള്ള ഡയറക്ടർമാരുടെ കാസ്റ്റ് പൊളിറ്റിക്സ് അങ്ങനെ നമുക്ക് തോന്നാം ഈ കറുപ്പ് എന്ന സിനിമ പേര് കേൾക്കും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ RJ ബാലാജിയുടെ സിഗ്നേച്ചറുള്ള ഒരു സിനിമ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2 പടങ്ങളിലും ഏത് തരത്തിലാണോ തൻ്റെ കഥയെ പറഞ്ഞു വന്നിരുന്നത് അതിനെ ഒരു സ്റ്റാർഡമുള്ള ഒരു നായകനെ കിട്ടുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് തീർത്തും കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് നമ്മളെല്ലാം കളിയാക്കുന്ന ഒരു കാര്യമാണ് RJ ബാലാജിയെ പച്ച തമിഴൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സൗത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം പുച്ഛമാണ്. തമിഴാണ് ഏറ്റവും ബെസ്റ്റ്, തമിഴാണ് ഏറ്റവും ബെറ്റർ എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് RJ ബാലാജി എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ മലയാളികൾക്ക്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ മൂന്നാമത്തെ സിനിമയിൽ, അതും ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പിടി താരങ്ങൾ മലയാളത്തിൽ നിന്നാണ്. പ്രധാന കഥാപാത്രമാണ് അവരെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട്, ശിവതയുണ്ട്, അനഘയുണ്ട്. ഒരു സീനിൽ മാത്രം വന്നു പോകുന്ന